നമ്മളിൽ പലരും വർഷങ്ങളായിട്ട് ഐഫോണും ആപ്പിളിൻ്റെ മറ്റ് ഡിവൈസുകളൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ടാകാം. നിങ്ങൾക്കറിയാം എങ്കിലും ഞാൻ പറയുവാണ്, ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഐഫോണിൻ്റെ ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഏതാനും ചില ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ട്രിക്സാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ വർഷങ്ങളായിട്ട് ഐഫോൺ യൂസ് ചെയ്യുന്നവർക്കും ഇന്നലെ മുതൽ ഐഫോൺ യൂസ് ചെയ്ത് തുടങ്ങിയവർക്കും ഒരേപോലെ ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ്. സോ ദിസ് ഇസ് മീ മിലൻ ആൻഡ് വെൽക്കം ബാക്ക്. ആദ്യം തന്നെ എൻ്റെ വോയിസ് അത്ര ക്ലിയർ അല്ല, കാരണം ചെറിയ ഫീവറും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുന്ന ടൈമാണ്. അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മളെപ്പോഴും iOSൻ്റെ അല്ലെങ്കിൽ ഐഫോണിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറേയധികം ഫീച്ചേഴ്സിനെ പറ്റി പറയുന്നുണ്ട്. പക്ഷേ ബേസിക് ആയിട്ടുള്ള കുറേയധികം ഐഫോൺ ഫീച്ചേഴ്സ് ഇപ്പോഴും മിക്ക ഐഫോൺ യൂസേഴ്സിനും അറിയത്തില്ല എന്നുള്ളതാണ് സത്യമായിട്ടുള്ള കാര്യം. അതിൽ ഒന്നാമത്തെ കാര്യമാണ്, ഇതൊരു ട്രിക്കല്ല എങ്കിലും വളരെ എപ്പോഴും നമുക്ക് കൂടെ കേട്ട് വരുന്ന ഒരു ചോദ്യമാണ്, നമ്മളുടെ ഡിവൈസിൻ്റെ ഈ ഒരു ഫ്രണ്ടിലൊരു നമുക്കൊരു LED ഇൻഡിക്കേറ്റർ ഐഫോൺ ഉണ്ടല്ലോ എന്നുള്ളൊരു ചോദ്യം. നിങ്ങൾ പലപ്പോഴും ഫോൺ അൺലോക്ക് ചെയ്യുന്ന സമയത്തായിരിക്കും, ഇതുപോലെ നമ്മൾ ഫേസ് ID റെക്കഗ്നൈസ് ചെയ്ത് ഫോൺ അൺലോക്ക് ചെയ്യുന്ന സമയത്തായിരിക്കും നമ്മളുടെ നോച്ചിൻ്റെ അവിടെ നമ്മളൊരു ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ ലൈറ്റ് ഫ്ലാഷ് ചെയ്യുന്ന കാണുന്നത്. അത് ആക്ച്വലി നമ്മുടെ ഇൻഫ്രാറെഡ് സെൻസറാണ്. അതായത് നമ്മുടെ ഫേസ് ID പല സെൻസേഴ്സിൻ്റെ ഒരു കോമ്പിനേഷനിലാണ് വർക്ക് ചെയ്യുന്നത്. സോ അതിലൊരു സെൻസറാണ് നമ്മുടെ ഇൻഫ്രാറെഡ് സെൻസർ. സോ ഈ ഒരു സെൻസർ വർക്ക് ചെയ്യുന്നതിൻ്റെ ലൈറ്റാണ് നിങ്ങൾ ആ കാണുന്നത്. എന്നാൽ ഈ ഒരു ഇൻഫ്രാറെഡ് സെൻസർ ലൈറ്റ് നമുക്ക് നമ്മുടെ നോർമൽ ഐ അല്ലെങ്കിൽ നമ്മുടെ നേക്കഡ് ഐ കൊണ്ട് സൂക്ഷിച്ചു നോക്കിയാൽ പോലും കാണാൻ സാധിക്കത്തില്ല. കാരണം അത് കാണാൻ സാധിക്കുന്നത് നമ്മുടെ ക്യാമറ ഉപയോഗിച്ച്, നമ്മൾ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ക്യാമറ ഉപയോഗിച്ച് മാത്രം നോക്കിയാൽ മാത്രമേ കാണത്തുള്ളൂ. ഇതേ സെയിം സംഗതിയാണ് നമ്മുടെ TV റിമോട്ട്. ടി വി റിമോട്ടിൻ്റെ ഫ്രണ്ടിൽ ഒരു ലൈറ്റ് കാണും. അത് നമ്മളെ ക്യാമറ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നമുക്ക് ഇൻഫ്രാറെഡ് വർക്ക് ചെയ്യുന്ന അവിടെയും കാണാൻ സാധിക്കുന്നതാണ്. ഇതിലെ രണ്ടാമത്തെ കാര്യമാണ് നമ്മുടെ ഹോം ബട്ടൺ എന്ന് പറയുന്നത് താഴെയാണ്. നമുക്ക് ഇവിടെ വിസിബിൾ ആയിട്ട് കാണാൻ സാധിക്കത്തില്ല. നമുക്ക് ഈ സെറ്റിംഗ്സ് ഇതുപോലുള്ള മറ്റ് ആപ്ലിക്കേഷൻസിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ഈ ഹോം ബട്ടൺ വളരെ ക്ലിയർ ആയിട്ട് തന്നെ കാണാൻ സാധിക്കുന്നതാണ്. ഈ ഒരു ഹോം ബട്ടൺ വെച്ച് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാം. അതിൽ ഒന്നാമത്തെ കാര്യം, ഇപ്പോഴും പല ആളുകൾക്കും അറിയത്തില്ലാത്തൊരു കാര്യമാണ്, നമുക്ക് ഹോം ബട്ടൺ ഉപയോഗിച്ച് റൈറ്റിലേക്കോ ലെഫ്റ്റിലേക്കോ നിങ്ങൾ സ്വൈപ്പ് ചെയ്താൽ നിങ്ങൾ പ്രീവിയസ്ലി ഓപ്പൺ ചെയ്ത് വെച്ചേക്കുന്ന എല്ലാ ആപ്ലിക്കേഷൻസിലേക്കും ഇങ്ങനെ വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ പോകാൻ സാധിക്കുന്നതാണ്. ഇതേ ഹോമിൽ നിന്ന് നമ്മൾ മേളിലേക്ക് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ആപ്ലിക്കേഷൻസ് എല്ലാം ആപ്പ് സ്വിച്ചറിൽ കാണാൻ സാധിക്കും. ഇതുപോലെ തന്നെ ഉപകാരപ്പെടുന്ന മറ്റൊരു ഹോം ബട്ടൻ്റെ ഫീച്ചറാണ് റീച്ചബിലിറ്റി. ജസ്റ്റ് നമ്മൾ ഇവിടെ ഉള്ള ആ ഒരു ഹോമിൻ്റെ ഏരിയയിൽ പോയിട്ട് താഴത്തേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ എൻ്റയർ സ്ക്രീൻ തന്നെ നമുക്ക് താഴത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇതാണ് റീച്ചബിലിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ. സോ വൺ ഹാൻഡ് യൂസിനാണെന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ ഒറ്റ കയ്യിലാണ് ഡിവൈസ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ മുകളിലുള്ള ആപ്ലിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് എനേബിൾ ചെയ്യാൻ വളരെ സിമ്പിളാണ്. സെറ്റിംഗ്സിൽ പോവുക, അവിടെ ആക്സസിബിലിറ്റിയുടെ ഓപ്ഷനിൽ പോവുക, ഇവിടെ താഴെ ടച്ച് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അവിടെ റീച്ചബിലിറ്റി ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഫംഗ്ഷനാലിറ്റി വർക്ക് ആവുന്നതായിരിക്കും. ഇതിലെ മൂന്നാമത്തെ കാര്യമാണ് നമ്മളുടെ ആപ്പിൾ ID. അതായത് നമ്മുടെ ആപ്പിൾ IDയുടെ പാസ്വേഡ് നമ്മൾ ചേഞ്ച് ചെയ്യണം എന്ന് തോന്നിയാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒരു തലവേദനയും കൂടാതെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി നമ്മുടെ ഡിവൈസ് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക, ഇതിൽ നമ്മളുടെ അക്കൗണ്ട് സെറ്റിംഗ്സിലേക്ക് പോവുക. ഇവിടെ നമ്മൾ ഈ കാണുന്ന ഇതിലെ രണ്ടാമത്തെ ഓപ്ഷൻ ആയിട്ടുള്ള സൈൻ ഇൻ ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ചേഞ്ച് പാസ്വേഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്പിൾ ID നമ്മുടെ ഫോൺ പാസ്വേഡ് എൻ്റർ ചെയ്തിട്ട്, ഇവിടെ നമ്മുടെ ഫോൺ പാസ്വേഡ് ഞാൻ എൻ്റർ ചെയ്യുവാണ്. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി നമ്മുടെ പാസ്വേഡ്, ആപ്പിൾ IDയുടെ പാസ്വേഡ് റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനിലേക്കാണ് പോകുന്നത്. പിന്നീട് നമ്മൾ അറിഞ്ഞിരിക്കുന്ന കാര്യമാണ് നമ്മുടെ ഡിവൈസിൻ്റെ സെക്യൂരിറ്റി. അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ഡിവൈസ് ലോക്ക് ആയിരിക്കുന്ന സമയത്ത് എന്തൊക്കെ ഫംഗ്ഷനാലിറ്റീസ് ഒരാൾക്ക് ചെയ്യാൻ സാധിക്കും. അത് നമുക്കിപ്പോൾ കാണാം, നമ്മുടെ ഡിവൈസ് ലോക്കാണ്, പക്ഷേ ഇപ്പോഴും കൺട്രോൾ സെൻറ്റർ ആക്സസ് ചെയ്യാൻ സാധിക്കും. അതിലൂടെ മൊബൈൽ ഡാറ്റ, ഫോൺ ഡാറ്റ, വൈഫൈ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒരാൾക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം നമ്മൾ റൈറ്റ് സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്താൽ ഒരാൾക്ക് അത്യാവശ്യം വേണ്ട ഡീറ്റെയിൽസ് ഒക്കെ ഇവിടുന്ന് ആക്സസ് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം നമ്മൾ താഴത്തേക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ സ്പോട്ട് ലൈറ്റ് ഇവിടുന്ന് ആക്സസ് ചെയ്യാൻ സാധിക്കും. ഈവൻ ഒരാളുടെ കോൺടാക്റ്റ് പോലും മറ്റൊരാൾക്ക് നമ്മളുടെ ഡിവൈസ് അൺലോക്ക് ചെയ്യാതെ തന്നെ ആക്സസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കംപ്ലീറ്റ്ലി ഡിസേബിൾ ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. അതിനുവേണ്ടി നമ്മുടെ ഡിവൈസ് അൺലോക്ക് ചെയ്ത് സെറ്റിംഗ്സിൽ പോവുക, അതിൽ ഫേസ് ID ആൻഡ് പാസ്കോഡ് എന്ന ഓപ്ഷനിൽ പോയിട്ട് നമ്മുടെ ഡിവൈസിൻ്റെ പാസ്കോഡ് എൻ്റർ ചെയ്യുക. അതിനുശേഷം ഏറ്റവും താഴത്തേക്ക് നമ്മൾ സ്ക്രോൾ ചെയ്ത് കഴിയുമ്പം ഇവിടെ നമുക്ക് അലൗ ആക്സസ് വെൻ ലോക്ക്ഡ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതിൽ പോയിട്ട് നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം, അതിൽ വേണ്ടാത്ത കാര്യങ്ങൾ ഇതൊക്കെയാണ്. നമ്മൾ ടുഡേ വ്യൂ ആൻഡ് സെർച്ച്, നോട്ടിഫിക്കേഷൻ സെൻറ്റർ, കൺട്രോൾ സെൻറ്റർ, ലോക്ക് സ്ക്രീൻ വിജിറ്റ് ആർക്ക് വേണമെങ്കിലും അല്ലെങ്കിൽ അത് എനേബിൾ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ലൈവ് ആക്ടിവിറ്റീസ് നമുക്ക് എനേബിൾ ചെയ്യാൻ സാധിക്കും. സിറിനെ എനേബിൾ ചെയ്യുന്നത് നല്ലതാണ്, കാരണം ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും ഒരു ഓപ്ഷൻ വരുന്ന എന്തെങ്കിലും ഓരോ ഫംഗ്ഷനാലിറ്റി അല്ലെങ്കിൽ ഫീച്ചർ നമുക്ക് ഡിസേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ സിറിനെ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യുന്നത് വലിയ കുഴപ്പമില്ല. പിന്നെ റിപ്ലൈ വിത്ത് മെസ്സേജസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഫോൺ അൺലോക്ക് ചെയ്ത് അല്ലെങ്കിൽ ലോക്ക് ആണെങ്കിൽ ഒരാൾക്ക് ഒരു കാര്യം പോലും ചെയ്യാൻ സാധിക്കില്ല. ഇവിടെ നമുക്ക് ഒന്നും ഒരു സെർച്ചോ അല്ലെങ്കിൽ നമ്മുടെ കൺട്രോൾ സെൻറ്റർ ആക്സസ് ചെയ്യാനോ
ഒന്നും ലിറ്ററലി ഒന്നും തന്നെ സാധിക്കത്തില്ല വിത്തൗട്ട് നമ്മളുടെ ഒത്തൻറ്റിക്കേഷൻ ഇല്ലാതെ. പിന്നെയുള്ള കാര്യമാണ് ക്യാമറയിലേക്ക് വരുമ്പം എല്ലായ്പ്പോഴും ആൾക്കാർ കംപ്ലൈൻറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ ഈ ഒരു സ്ലോ മോഷൻ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് നമ്മൾ ചില സമയങ്ങളിൽ അല്ലെങ്കിൽ സ്ലോ മോഷനിൽ ക്യാമറ കണ്ടമാനം ഫ്ലിക്കർ ചെയ്യുന്നത്, ലൈറ്റ് കണ്ടമാനം ഫ്ലിക്കർ ചെയ്യുന്ന പോലെ കാണാൻ സാധിക്കും. അത് ക്യാമറയുടെ കംപ്ലൈൻറ്റ് ആണോ അല്ലയോ? ആക്ച്വലി അത് ക്യാമറയുടെ കംപ്ലൈൻറ്റ് അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സ്ലോ മോഷനിൽ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് 240 FPS അല്ലെങ്കിൽ 120 FPS ആണ്. സോ അത്രയും ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിൽ ഇത്രയും ഫ്രെയിംസ് പാസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മളിപ്പം വെട്ടം കുറഞ്ഞൊരു സ്ഥലത്ത് പോയിട്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ, എസ്പെഷ്യലി നമ്മുടെ ട്യൂബ് ലൈറ്റ് അതുപോലത്തെ ഫ്ലിക്കറിങ് ആയിട്ടുള്ള പല ലൈറ്റുകളുടെയൊക്കെ ചോട്ടിൽ പോയി നിന്നാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു ഫ്ലിക്കറിങ് എഫക്റ്റ് വരും. അത് ക്യാമറ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമല്ല. നമ്മൾ ഈ ഒരു 240 FPS ഒരു സെക്കൻഡിൽ 240 ഫ്രെയിംസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ ആ ഫാസ്റ്റായിട്ട് പോകുന്ന ഫ്രെയിംസിൽ നമ്മുടെ ഈ ലൈറ്റ് ഭയങ്കര ഷോകമായിരിക്കും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ വെളിയിലോ അല്ലെങ്കിൽ നല്ല വെട്ടമുള്ള ഏതെങ്കിലും റൂമിൽ പോയി ഷൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു ഫ്ലിക്കറിങ് ഫ്രീ ആയിട്ടുള്ള വീഡിയോസ് സ്ലോ മോഷൻ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. പിന്നീട് ക്യാമറയിൽ നമ്മളെ സെറ്റിങ്സിൽ ക്യാമറയുടെ ഓപ്ഷനിലേക്ക് പോവുക. ക്യാമറ സെറ്റിങ്സിൽ ഫോർമാറ്റ്സ് ഓപ്ഷനിൽ പോയിട്ട് നിങ്ങൾ ചേഞ്ച് ചെയ്യേണ്ട പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ്. ഒന്ന്, ക്യാമറ ക്യാപ്ചർ എന്നുള്ളത്. ഇതിൽ നിങ്ങൾ വിൻഡോസിൽ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ഫോണിലേക്കൊക്കെ നിങ്ങളുടെ ഫോട്ടോസൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യാനും അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മോസ്റ്റ് കോമ്പാക്റ്റബിലിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെക്കുക. അതാകുമ്പോൾ നമുക്ക് ആൻഡ്രോയിഡിലും വിൻഡോസിലും സപ്പോർട്ടഡ് ആയിട്ടുള്ള ഫോർമാറ്റിലേ ഉള്ളൂ നമ്മുടെ ഐഫോണിൽ ഫോട്ടോസും വീഡിയോസും ഷൂട്ട് ചെയ്യത്തുള്ളൂ. പിന്നെ ക്യാമറയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ആസ്പെക്ട് റേഷ്യോ നിങ്ങൾ മാറ്റി ഈ ഒരു 16:9 ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോട്ടോസ്, എസ്പെഷ്യലി നിങ്ങൾ ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസ്, വാട്സാപ്പിലൊക്കെ സ്റ്റാറ്റസ് അപ്ലോഡ് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ആ ഒരു ഷേപ്പിലും സൈസിലും നിങ്ങൾക്ക് ഫോട്ടോസും വീഡിയോസും ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. പിന്നെ അതിൻ്റെ അധികം ആളുകളൊന്നും യൂസ് ചെയ്യാത്ത ഒരു അടിപൊളി ഫങ്ഷനാലിറ്റിയാണ് ക്വിക്ക് ആക്ഷൻ മെനു. അതായത് നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻസിൽ ലിറ്ററലി എല്ലാ ആപ്ലിക്കേഷൻസിലും തേർഡ് പാർട്ടി ആപ്ലിക്കേഷനിലൊക്കെ ചിലതേ ഉള്ളൂ, പക്ഷേ ആപ്പിളിൻ്റെ ഫസ്റ്റ് പാർട്ടി ആപ്ലിക്കേഷനിൽ മിക്കതിലും ക്വിക്ക് ആക്ഷൻ മെനു ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ക്യാമറ ആപ്പിൽ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള ഓപ്ഷൻസ് ലഭിക്കുന്നതാണ്. ഇതിലൂടെ നമുക്ക് ഡയറക്റ്റ് പോർട്രേറ്റിലേക്ക് അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഓപ്ഷനിലേക്ക് കോൾ ചെയ്ത് അതിലേക്ക് പോകാൻ സാധിക്കും. അതുപോലെ തന്നെ സെറ്റിംഗ്സിൽ നമ്മളിപ്പം വൈഫൈയുടെ ഓപ്ഷനിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകാൻ സാധിക്കും. അതിനുവേണ്ടി നമ്മൾ സെറ്റിംഗ്സിൽ പോയിട്ട് വൈഫൈയുടെ ഓപ്ഷൻ സെലക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു ക്വിക്ക് ഓപ്ഷനിലൂടെ നമുക്ക് അതിലേക്ക് ബാറ്ററിയുടെ ഓപ്ഷനിലേക്കാണ് അതിലേക്കും നമുക്ക് ഇതുപോലെ തന്നെ പോകാൻ സാധിക്കുന്നതാണ്. പിന്നെ ഉള്ളത് നമ്മളെ ഐഫോണിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് സെറ്റിംഗ്സ് ആണ്. അതിൽ ഉദാഹരണത്തിന് നമ്മളുടെ സെറ്റിംഗ്സ് ജനറൽസ് ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ലാംഗ്വേജ് ആൻഡ് റീജിയൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. സോ ഇതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറേ കാര്യങ്ങൾ ഇവിടെ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളാണ്. ചിലപ്പം ഒരു പക്ഷേ നമ്മുടെ ടെമ്പറേച്ചർ മെഷർമെൻറ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത് യുഎസിൻ്റെ രീതിയിലായിരിക്കും കിടക്കുന്നത്. അത് നിങ്ങൾക്ക് മാറ്റി ടെമ്പറേച്ചറിൻ്റെ ഓപ്ഷനിൽ പോയി സെൽഷ്യസ് ആകാം, ഫാരൻഹീറ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ മെഷർമെൻറ്റ് സിസ്റ്റം ഏതാണെന്നുള്ളത് ഇന്ത്യയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് മെട്രിക് ആണ്. സോ അത് നമുക്ക് ഓപ്റ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ UK ആയിരിക്കും കുറച്ചും കൂടെ നമുക്ക് ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ. പിന്നീട് അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മളുടെ ഫോണ്ട് സൈസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി നമ്മൾ കൺട്രോൾ സെൻറ്റർ ആക്സസ് ചെയ്യുക. ഇവിടെ നമുക്ക് AA എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ സൈസ് ഇവിടെ അല്ലെങ്കിൽ ടെക്സ്റ്റ് സൈസ് നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ഏറ്റവും താഴെ നിങ്ങൾ നോക്കിയാൽ ഓൾ ആപ്പ് എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, സെറ്റിംഗ്സ് ഒള്ളി എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. സോ ഏതെങ്കിലും പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ മാത്രം നിങ്ങൾക്ക് ആ ഒരു ഫോൺ സൈസ് അതിനകത്ത് മാത്രം ഇൻക്രീസ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ ഞാൻ സെറ്റിംഗ്സ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. മേലിലേക്ക് പോയി കഴിയുമ്പോൾ നമുക്ക് ഫോൺ സൈസ് അതിനെ കൂട്ടാൻ സാധിക്കും. നിങ്ങൾക്ക് ഇവിടെ കാണാം ഫോൺ സൈസ് കൂടിയിട്ടുണ്ട്. ഇനി മൊത്തത്തിൽ മാറേണ്ട ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഓൾ ആപ്പ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫോൺ സൈസ് കൂട്ടി കഴിയുമ്പോൾ മൊത്തത്തിലുള്ള ആപ്ലിക്കേഷൻ്റെ സൈസ് കൂടുന്നതായിരിക്കും. ഈ ഒരു ഓപ്ഷൻ കൺട്രോൾ സെൻറ്ററിൽ നിന്ന് ആക്സസ് ചെയ്യാൻ ജസ്റ്റ് നിങ്ങൾ കൺട്രോൾ സെൻറ്ററിൻ്റെ ഓപ്ഷനിൽ പോവുക. ഇവിടെ നമ്മൾ ആ ഒരു ഓപ്ഷൻ ആ ഒരു ഫോണ്ട് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഫോൺ സൈസ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് കൺട്രോൾ സെൻറ്ററിൽ ഇതുപോലെ ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നീട് iOS 17 ആപ്പിൽ കൊണ്ടുവന്നൊരു കിടലും ഫീച്ചറാണ് നമ്മളൊരു ഫോട്ടോ അല്ലെങ്കിൽ ഇമേജ് ജസ്റ്റ് ഇങ്ങനെ സൂം ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്രോപ്പ് ചെയ്യാൻ സാധിക്കും. ഇപ്പം സൂം ചെയ്യുന്ന സമയത്ത് ഇവിടെ ക്രോപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഈ ഒരു ക്രോപ്പിന് ഇത് മാത്രമല്ല പ്രത്യേകത, നമുക്ക് ഏതൊരു ഫോട്ടോയെയും എന്തൊരു ഇമേജിനെയും നമുക്കൊരു വാൾപേപ്പർ ആയിട്ട് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ താഴെ നമുക്കൊരു പ്രീസെറ്റ് കൊടുത്തിട്ടുണ്ട്. വാൾപേപ്പറിൻ്റെ പ്രീസെറ്റിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഡിവൈസിൻ്റെ ആസ്പെക്ട് റേഷ്യോ അനുസരിച്ച് ആ ഒരു വാൾപേപ്പർ സെറ്റാക്കാൻ സാധിക്കുന്നുണ്ട്. ഡൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വാൾപേപ്പർ ഇതുപോലെ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നീട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മളുടെ ഡിവൈസിൽ പല ജസ്റ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒന്നിൽ കൂടുതൽ മൾട്ടിപ്പിൾ ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഷെയർ ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും ഒക്കെ സാധിക്കും. അതിപ്പോൾ നമ്മുടെ മെസ്സേജസിലും അതുപോലെ തന്നെ ചെയ്യാൻ സാധിക്കും. നമ്മളുടെ പല സിസ്റ്റം വൈഡായിട്ടുള്ള പല ഓപ്ഷൻസിലും ഇതേ ഫീച്ചർ വർക്ക് ചെയ്യുന്നതാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ടാണ് 2 ഫിംഗർ സെലക്ഷൻ. സോ നമ്മളിപ്പം കോൺടാക്ട്സ് ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണുന്ന കോൺടാക്റ്റുകൾ നമുക്ക് മൾട്ടിപ്പിൾ കോൺടാക്റ്റ് ഒരാൾക്ക് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ 2 ഫിംഗേഴ്സ് ഉപയോഗിച്ച് ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യുക. ജസ്റ്റ് സെലക്ട് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക. ഇങ്ങനെ താഴത്തേക്ക് ഡ്രോപ്പ് ആയി കഴിയുമ്പോൾ നമുക്ക് ഇതേ കോൺടാക്റ്റുകൾ ഇതുപോലെ സെലക്ട് ചെയ്യാൻ സാധിക്കും. അവിടെ നിന്ന്
ജസ്റ്റ് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഡിലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ മെർജ് ചെയ്യാനോ അല്ലെങ്കിൽ ഷെയർ ചെയ്യാനോ സാധിക്കുന്നതാണ്. ഇതേ സെയിം ഫങ്ഷണാലിറ്റി നമുക്ക് നമ്മളുടെ മെയിലിലും അല്ലെങ്കിൽ മെസ്സേജസിലും ഇവിടെ എല്ലാം സാധിക്കുന്നതാണ്. ഒരേ ഫങ്ഷണാലിറ്റി തന്നെയാണ്. പക്ഷേ ഈ ഒരു 2 ഫിംഗർ ജസ്റ്റേഴ്സ് ഉപയോഗിച്ചാണ് ഇത് ചെയ്യാൻ സാധിക്കുന്നത്. പിന്നീട് നമ്മുടെ ഡിവൈസിലെ നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസ് നമുക്ക് എങ്ങനെ ഹൈഡ് ചെയ്യാൻ അൺഹൈഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അതായത് നമുക്ക് ഇവിടുന്ന് എൻറ്റയർ പേജ് തന്നെ ഹൈഡ് ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി ജസ്റ്റ് നമ്മൾ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുക സ്ക്രീനിൻ്റെ എവിടെയെങ്കിലും. അതിനുശേഷം ഈ ഡോട്ടിൽ ജസ്റ്റ് ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ പേജുകൾ, അതായത് ഹോം പേജുകൾ നമുക്ക് ഇതുപോലെ അറേഞ്ച് ചെയ്യാൻ അല്ലെങ്കിൽ ഡിസേബിൾ ചെയ്യാനും എനേബിൾ ചെയ്യാനും സാധിക്കുന്നതാണ്. വൺസ് എനേബിൾ ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സെറ്റ് ചെയ്ത രീതിയിലേക്ക് മാത്രമേ പിന്നെ പോകത്തുള്ളൂ. പിന്നീട് നിങ്ങൾക്ക് അറിയണം അല്ലെങ്കിൽ അത് വീണ്ടും ആക്ടിവേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ഈ ഒരു ഓപ്ഷനിൽ പോയിട്ട് പേജുകൾ അൺഹൈഡ് ചെയ്യാനും ഹൈഡ് ചെയ്യാനും സാധിക്കുന്നതാണ്. മിക്കവരും കമൻറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഏതെങ്കിലുമൊക്കെ വീഡിയോസിൽ കാണുന്ന ഒരു വിജിറ്റ്, ഇതുപോലെ ആഡ് ചെയ്യുന്ന വിജിറ്റ്, അത് ഏത് വിജിറ്റ് ആണെന്ന് പലരും ചോദിക്കും. ഇപ്പോൾ നമ്മളിവിടെ കാണുന്ന ആപ്ലിക്കേഷൻസ്, ആ ആപ്ലിക്കേഷൻ താഴെയായിട്ട് ആപ്ലിക്കേഷൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സെറ്റിങ്സ്, ക്ലോക്ക്, ബെയർ, ഫ്രീ ഫ്രോം ഇങ്ങനെയുള്ള പല പേരുകളും നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. എന്ന് പറഞ്ഞ പോലെ ആ ഒരു വിജിറ്റിന് താഴെയും അത് ഏത് ആപ്പാണ് എന്നുള്ളതും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി വീഡിയോസ് നിങ്ങൾ കാണുമ്പം വിജിറ്റ് ഏതാ എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ ആർക്കും മെസ്സേജ് അയക്കേണ്ട ആവശ്യമില്ല, എവിടെയും വെയിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ജസ്റ്റ് ആ വിജിറ്റ് താഴത്തേക്ക് നോക്കിയാൽ അതിൻ്റെ പേരും അവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ iOSന്റെ ബേസിക് ആയിട്ടുള്ള ഏതാനും ചില ഫീച്ചേഴ്സ്. ഇതിലും കൂടുതലായിട്ട് കുറേയധികം കാര്യങ്ങളുണ്ട്. അതിനെപ്പറ്റിയൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡെപ്തിൽ മറ്റൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഇസ് മീ മിലൻ. Catch you guys next video. Till then, peace.